കർക്കിടക മാസം എന്ന് പറയുമ്പോൾ ആയുർവേദത്തിൻ്റെ ഒരു മാസമാണ്. ആർഷഭാരത സംസ്കാരത്തിൻ്റെ പ്രഭവ കേന്ദ്രമാണ് രാമായണം. രാമായണ മാസമാണല്ലോ കർക്കിടക മാസം. ആർഷഭാരത സംസ്കാരത്തിൻ്റെ പ്രഭവ കേന്ദ്രമാണ് രാമായണം എന്ന് പറയാൻ കാരണം, രാമായണത്തിലാണ് ഏറ്റവും വലിയ ഗുരുഭക്തി, രാമായണത്തിലാണ് ഏറ്റവും വലിയ പിതൃഭക്തി, രാമായണത്തിലാണ് ഏറ്റവും വലിയ മാതൃഭക്തി, രാമായണത്തിലാണ് ഏറ്റവും വലിയ സഹോദര സ്നേഹം, രാമായണത്തിലാണ് ഏറ്റവും കൂടുതലായി നമ്മൾ കണ്ടിട്ടുള്ള ഭാര്യാഭർത്തൃ പ്രണയം. ഒരു രാജാവ് എങ്ങനെ രാജ്യം ഭരിക്കണം, തൻ്റെ പ്രജകളെ എങ്ങനെ സ്നേഹിക്കണം, ഒരു നാടിൻ്റെ ഭരണം എങ്ങനെ ഇരിക്കണമെന്നൊക്കെ രാമായണത്തിലൂടെയാണ്, രാമനാണ് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത്. രണ്ടാനമ്മയുടെ കുബുദ്ധി കൊണ്ട് 14 വർഷം വനവാസത്തിന് പോകേണ്ടി വന്ന രാമൻ സിംഹാസനത്തിൻ്റെ സകല സൗകര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് തൻ്റെ ജ്യേഷ്ഠൻ രാമൻ എവിടെയാണോ അവിടെയാണ് അയോധ്യ എന്ന് പറഞ്ഞ് രാമനോടൊപ്പം വനവാസത്തിന് പോകുന്ന ലക്ഷ്മണൻ, രാജ്യത്തിൻ്റെ ഭാരം തനിക്ക് കിട്ടിയിട്ട് സിംഹാസനത്തിൽ രാമൻ്റെ പാദുകങ്ങൾ എടുത്തു വെച്ച് രാമനെ വന്ദിച്ച് ആരാധിച്ച് രാജ്യഭരണം നടത്തുന്ന ഭരതൻ സഹോദര സ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃകയാണ്. മാത്രമല്ല, രാവണനോടൊപ്പം ലങ്കയിൽ വർഷങ്ങളോളം കഴിഞ്ഞിട്ട് തിരിച്ച് തൻ്റെ ഭാര്യയെ കിട്ടുമ്പോൾ ആ ഭാര്യയുടെ പാതിവൃത്യത്തിലോ ചാരിത്രത്തിലോ ശ്രീരാമൻ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷേ തൻ്റെ പ്രജകൾക്ക് തൻ്റെ ഭാര്യയെക്കുറിച്ചൊരു സംശയവും തോന്നാതിരിക്കാൻ അഗ്നിശുദ്ധി വരുത്തിയിട്ടാണ് സീതയെ വീണ്ടും തൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു രാജാവിൻ്റെ ഭരണം മാത്രമല്ല, ഒരു രാജാവിൻ്റെ വ്യക്തിപരമായ ജീവിതം പോലും സുതാര്യമായിരിക്കണം. അതാണ് രാമായണത്തിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം. ആർഷഭാരത സംസ്കാരത്തിൻ്റെ പ്രഭവ കേന്ദ്രമായ രാമായണ മാസം, കർക്കിടക മാസം നമ്മൾ ആയുർവേദ മാസമായിട്ടും ആചരിക്കുകയാണ്. പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യ ജന്മം കിട്ടണമെങ്കിൽ എത്ര ജന്മം കാത്തിരിക്കണമെന്ന്. എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃതത്താൽ. എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും, എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും, എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും, എത്ര ജന്മം മരങ്ങളായി നിന്നതും, എത്ര ജന്മം മരിച്ചു നടന്നതും, എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി, അത് വന്നിട്ട് വണ്ണം ലഭിച്ച ഒരു മർത്യജന്മം. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജന്മം കിട്ടണമെങ്കിൽ എത്രയോ ജന്മം കാത്തിരിക്കണം. കാത്തിരുന്നാലോ 10 മാസം വയറ്റിൽ കിടക്കണം. അമ്മയുടെ ഗർഭപാത്രത്തിൽ 10 മാസം കിടന്നേ പറ്റൂ. പുക്കിൾക്കൊടി ബന്ധം വേർപെടുത്തി ഭൂമിയിലേക്ക് ജാതനായി കഴിഞ്ഞാൽ 10-12 ഉണ്ണിയായിട്ടും തീരണം. താഴത്ത് വെച്ചാൽ എറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും. താഴത്തും തറയിലും വയ്ക്കാതെ താലോലിച്ച് വാത്സല്യം കൊടുത്ത് വളർത്തിയെടുത്ത് അങ്ങനെ ഒരു ജന്മം കിട്ടണമെങ്കിൽ ഒരു ജന്മം ആരംഭിക്കുന്ന അങ്ങനെയാണ്. ആയുർവേദം പറയുന്നത് 3000-ലധികം വർഷമുള്ള ആയുർവേദം പറയുന്നത് ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അവനിൽ 3 രോഗങ്ങൾ അന്തർലീനമാണ്. വാതം, പിത്തം, കഫം. ഈ 3 രോഗങ്ങളാണ് പിന്നീട് ഭാവിയിൽ നമ്മുടെ ജീവിത ശൈലി കൊണ്ട് പല പല രോഗങ്ങളായി മാറുന്നത്. നമ്മുടെ ശരീരത്തുണ്ടാകുന്ന എല്ലാ രോഗങ്ങളും ജീവിതശൈലിയിലൂടെയാണ് വന്നു ചേരുന്നത്. ആ ജീവിതശൈലിയിൽ നാം കഴിക്കുന്ന ആഹാരങ്ങളിലൂടെ, നാം കുടിക്കുന്ന വെള്ളത്തിലൂടെ എല്ലാ രോഗങ്ങളും ആരംഭിക്കുന്ന ഉദരത്തിൽ നിന്നാണ്. ഉദരത്തിലേക്കാണ് ആഹാരം നമ്മൾ കഴിക്കുന്നത്, ഉദരത്തിലേക്കാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് എല്ലാ രോഗങ്ങളും ആരംഭിക്കുന്നത്, ഉദരത്തിൽ നിന്നാണ്. അപ്പോൾ ജീവിതശൈലിയിൽ നിന്നാണ് രോഗങ്ങൾ വരുന്നത്. അപ്പോൾ രോഗങ്ങളിൽ നമുക്കറിയാം ഇന്ന് ഒരുപാട് ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട്. ആയുർവേദം കൂടാതെ അലോപ്പതിയുണ്ട്, യുനാനിയുണ്ട്, അതുപോലെ തന്നെ ഹോമിയോപ്പതിയുണ്ട്. ഇങ്ങനിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആയുഷ് എന്ന് പറയുന്നൊരു വകുപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. യോഗ അടക്കമുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഗവൺമെൻറ് കീഴിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മാരകമായ രോഗങ്ങൾ മനുഷ്യനെ കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നൊരു കാലമാണ്. ജീവിതശൈലിയിൽ നിന്ന് വരുന്നു. പ്രഷർ ഉണ്ടാകുന്നു, കൊളസ്ട്രോൾ വരുന്നു, കൊളസ്ട്രോളൊക്കെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഷുഗറായി മാറുന്നു, ഷുഗർ വന്നാൽ പിന്നെ ഡയാലിസിസായി മാറുന്നു,
പലർക്കും ജീവിതശൈലിയിൽ നിന്ന് ക്യാൻസർ വരുന്നു, അതുപോലെ തന്നെ ലിവറിന് അസുഖം വരുന്നു, ഹാർട്ടിന് അസുഖം വരുന്നു, അതുപോലെ ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ രോഗം. ഇതെല്ലാം നമ്മുടെ ജീവിതശൈലിയിലൂടെ നാം സ്വയം ആർജിച്ചെടുക്കുന്ന രോഗങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തേക്ക് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ആഹാരത്തിലൂടെയും യോഗയിലൂടെയും ഒക്കെ ചെയ്യുന്നില്ലെങ്കിൽ സ്വാഭാവികമായി 50 വയസ്സ് കഴിയുമ്പോൾ വാർദ്ധക്യം എല്ലാവരെയും ബാധിക്കും. പഴുത്തല വീഴുമ്പോൾ പച്ചല ചിരിക്കും, കുറേ കഴിയുമ്പോൾ പച്ചല പഴുക്കും, അതും വീഴും. വാർദ്ധക്യത്തിലൂടെ അല്ലാതെ കടന്നു പോകാൻ, മരണം വരിക്കാൻ ആർക്കും സാധ്യമല്ല. അപ്പോൾ 50 വയസ്സ് കഴിഞ്ഞാൽ രോഗവും രോഗപ്രതിരോധ ശക്തിയും തമ്മിലുള്ള മത്സരം ആരംഭിക്കും. പ്രതിരോധ ശക്തി കുറഞ്ഞാൽ രോഗം കടുക്കും, പിന്നെ രോഗിയായി മാറും, ആശുപത്രിയിലേക്ക് പോകേണ്ടി വരും. ഇപ്പം നമ്മുടെ നാട്ടിലൊരു പുതിയ അസുഖം ഇറങ്ങിയിട്ടുണ്ട്. SMA എന്നാണ് ആ അസുഖത്തിൻ്റെ പേര്. സ്പൈനൽ മസ്കുലർ അട്രോഫി എന്നാണ്. ആ മരുന്ന് അസ്ഥി പൊടിയുന്ന രോഗമാണ്. ആ രോഗത്തിന് മരുന്നിന് 18 കോടി രൂപയാണ് വില. വിദേശ രാജ്യങ്ങളിൽ നിന്ന് 18 കോടി രൂപയ്ക്ക് ആ മരുന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് 20 ലക്ഷം രൂപയാണ് അതിന് GST ഈടാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി മാരകമായ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ, രോഗത്തിന് ചികിത്സിക്കാൻ പണമില്ലാതെ വന്നാൽ, വീട്ടുകാരെ ശല്യപ്പെടുത്താതെ, മക്കളെ ശല്യപ്പെടുത്താതെ, ഭാര്യയുടെ കെട്ടുതാലി പണയപ്പെടുത്താതെ, കിടപ്പാടം തീരെഴുതാതെ മരണത്തിലേക്ക് സ്വയം പോകാൻ തീരുമാനിച്ച ഒരുപാട് ജന്മങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പണമില്ലാത്തവൻ പിണമെന്നാണ് പറയാറുള്ളത്. അപ്പോൾ സ്വാഭാവികമായി ചികിത്സിക്കാൻ കഴിയാത്തവർ, തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട പ്രതി തൂക്കുകയറും കാത്തിരിക്കുന്ന പോലെ മരണം സ്വയം ഭരിക്കാൻ പണമില്ലാത്തതിൻ്റെ പേരിൽ രോഗത്തിൽ നിന്ന് രക്ഷ നേടാൻ, മുക്തി നേടാൻ കഴിയാത്ത പല ആളുകളും മരണം സ്വയം തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ആയുർവേദമാണ് നമ്മുടെ രോഗങ്ങൾക്കെല്ലാം ശമനം കാണുന്നത്. ഒരു രോഗം, തലവേദന വന്നാൽ തലവേദന മാറ്റിത്തരും അലോപ്പതി. പക്ഷേ തലവേദന എങ്ങനെ ഉണ്ടാകുന്നു, അതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ച് ആ തലവേദന ഒരിക്കലും നമുക്കുണ്ടാകാതിരിക്കത്തക്ക രീതിയിൽ എന്നേക്കുമായി തലവേദനയുടെ കാരണം കണ്ടുപിടിച്ച് അത് ഉന്മൂലനം ചെയ്യാൻ ആയുർവേദങ്ങൾക്ക് കഴിയൂ. അതുകൊണ്ട് പഴയകാലത്ത് ആയുർവേദം നാട്ടുവൈദ്യന്മാർ, പക്ഷേ ഇന്ന് ആയുർവേദവും ഒരു പരിധിവരെ വാണിജ്യവൽക്കരിക്കപ്പെട്ടു. ഇപ്പോൾ ഒരു ലോഡ് അമൃത് വേണം. അമൃത് പണ്ടൊക്കെ നമ്മുടെ ഭൂമിയിൽ, നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് തന്നെ, പ്രകൃതി തന്നെ ആയുർവേദത്തിൻ്റെ ചെടികൾ നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഭൂമി തുണ്ടം തുണ്ടമായി മുറിച്ച് കെട്ടിടങ്ങളുടെ എണ്ണം പെരുകിയത് വഴി ആയുർവേദ ചെടികളും കൊമേഴ്സ്യലായി നട്ടുപിടിപ്പിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ദശമൂലാരിഷ്ടം, ദശമൂലം, 10 മൂലകങ്ങൾ ചേരുന്നതാണ് ദശമൂലം. ഒരു കുപ്പി അരിഷ്ടം ഉണ്ടാക്കണമെങ്കിൽ ഒരു 500 രൂപയെങ്കിലും മിനിമം വേണം. പക്ഷേ ഇന്ന് ആയുർവേദ ആശുപത്രി പോയാൽ 150 രൂപ കൊടുത്താൽ ദശമൂല അരിഷ്ടം കിട്ടും. അപ്പോൾ അതിൻ്റെ മൂല്യം, അതിൻ്റെ അന്തസ്സത്ത അത് പരിശോധിക്കേണ്ട ഒരു സമയം ആയുർവേദത്തിലും ഈ കൊമേഴ്സ്യലിസത്തിലൂടെ കടന്നു വന്നിരിക്കുന്നു. ഈ ആശ്രമം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു ആശ്രമമാണ്. കൊണ്ടേവൂർ സ്വാമി ഇവിടെ ഒരുപാട് കുട്ടികളെ സൗജന്യമായി വിദ്യാഭ്യാസം നടത്തുന്നു. ഞാനിവിടെ വരുമ്പോഴൊക്കെ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് മുഴുവൻ ചുക്ക് കാപ്പി കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, മോരും വെള്ളം കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്, വിഭവസമൃദ്ധമായ ഊണ് എല്ലാ ദിവസവും കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ 1000 കന്യകമാരെ ദാനം ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും വലിയ ദാനമാണ് അന്നദാനം. അന്നദാനം ചെയ്യുന്നവരൊക്കെ പുണ്യാത്മാക്കളാണ്. അതുകൊണ്ട് ആ പുണ്യാത്മാവിൻ്റെ നേതൃത്വത്തിൽ, കാർമ്മികത്വത്തിലാണ് ഇപ്പോൾ കർക്കിടക മാസത്തിൽ ആയുർവേദത്തിൽ അധിഷ്ഠിതമായ കർക്കിടകക്കഞ്ഞിയുടെ വിതരണം ഇവിടെ നടക്കാൻ പോകുന്നത്. ഇത് ഭക്തിസാന്ദ്രമായ, ഭക്തി നിർഭരമായ ഒരു ചടങ്ങാണ്. ആയുർവേദത്തിൽ പാണ്ഡിത്യം എടുത്തിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. ഞാൻ അദ്ദേഹത്തിനൊരു വാക്ക് കൊടുത്താണ് കൃത്യം 11 മണിക്കകത്ത് ഇവിടെ എത്തിച്ചേരാമെന്ന്. ഒരല്പം താമസിച്ചു. എന്തായാലും ഈ പ്രഭാഷണങ്ങൾ കേൾക്കാനെത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും, അതുപോലെ തന്നെ ഈ ആശ്രമത്തിൽ അഭയം പ്രാപിച്ചിട്ടുള്ള അന്തേവാസികളായിട്ടുള്ള, ഈ ആശ്രമത്തിൻ്റെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള എല്ലാവർക്കും ഈ കർക്കിടക മാസത്തിലെ ഈ കർക്കിടക ഔഷധക്കഞ്ഞി ആ വിതരണവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും
ഞാൻ ആശംസകൾ നേരുന്നു, നന്മകൾ നേരുന്നു. നമുക്ക് എല്ലാവർക്കും സമൂഹത്തിൻ്റെ നന്മയ്ക്കായി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഹ്രസ്വമായ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.